ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോൾ ലിറ്ററിന് 90 പൈസയും ഡീസലിന് ലിറ്ററിന് 84 പൈസയുമാണ് കൂടിയിരിക്കുന്നത്. ഇന്നലെ പെട്രോളിന് 88 പൈസയും ഡീസലിന് 85 പൈസയും കൂട്ടിയിരുന്നു. കൊച്ചിയിൽ പെട്രോളിന് 106 രൂപ 8 പൈസയും ഡീസലിന് 93 രൂപ 24 പൈസയുമാണ് ഇന്നത്തെ വില. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, തുടർച്ചയായ രണ്ടാം ദിനവും പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാജ്യത്ത് ഇന്നും ഇന്ധനവില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. 1 ലിറ്റർ പെട്രോളിന് 90 പൈസയും ഡീസലിന് 84 പൈസയുമാണ് വർദ്ധിക്കുന്നത്. ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് 106 രൂപ 8 പൈസയും ഡീസലിന് 93 രൂപ 24 പൈസയുമായി മാറുന്നു. മാത്രമല്ല, ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെട്രോൾ ഡീസൽ വില വർധനവ് ഇന്നലെയാണ് വീണ്ടും ഏതാണ്ട് ഒരു 138 ദിവസത്തിന് ശേഷം ആരംഭിച്ചത്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 85 പൈസയും കൂട്ടുകയായിരുന്നു. ശേഷം അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ വില വർധനവ് വരുന്നത്. എണ്ണക്കമ്പനികൾ എല്ലാ ദിവസവും വില പുതുക്കി നിശ്ചയിക്കാൻ തുടങ്ങുകയാണ്. അത് ഇനി മുതൽ ഈ വരുന്ന എല്ലാ ദിവസങ്ങളിലും ഈ വില വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഒറ്റയടിക്ക് വില കൂട്ടുന്നതിന് പകരം ഘട്ടം ഘട്ടമായി വില ഉയർത്തുന്ന രീതിയാണ് നിലവിലിപ്പോൾ ഈ എണ്ണക്കമ്പനികൾ സ്വീകരിക്കുന്നതും. അതായത് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി പെട്രോളിന് 1 രൂപ 78 പൈസയും ഡീസലിന് 1 രൂപ 69 പൈസയുമായി ഇപ്പോൾ കൂടിയിരിക്കുന്നു. അതായത് പൊതുജനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഉന്മേഷ്, ശ്രീകാന്ത്, അതായത് ഇനി തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ചാർജ് വർധന തന്നെ പ്രതീക്ഷിക്കണം എന്നല്ലേ? തീർച്ചയായും ഈ ഇന്ധനവില വർധനവ് തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അനൌദ്യോഗികമായി എണ്ണക്കമ്പനികൾ നൽകുന്ന വിശദീകരണം. അതായത് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില വർധനവ് അത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മുൻപുണ്ടായിരുന്നതിന് സമാനമായി എല്ലാ ദിവസവും വില പുതുക്കി നിശ്ചയിക്കൽ ഉണ്ടാകും എന്നുള്ളതാണ് എണ്ണക്കമ്പനികൾ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബസ് ചാർജ് വർധന വൈകുന്നതിൽ പ്രതിഷേധിച്ച് അർദ്ധരാത്രി മുതൽ സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരം ആരംഭിക്കും. മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 12 രൂപയാക്കണം എന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. പരീക്ഷാകാലമായതുകൊണ്ട് വിദ്യാർത്ഥികളെ പരിഗണിക്കാതെ ബസ് ഉടമകൾ സമരത്തിലേക്ക് പോകുമെന്ന് കരുതുന്നില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. പലതവണ ചർച്ച നടന്നിട്ടും തീരുമാനമായില്ല. ബസ് ചാർജ് വർദ്ധിപ്പിക്കുമെന്നല്ലാതെ എത്ര കൂട്ടും, എപ്പോൾ നടപ്പിലാക്കുമെന്ന ഉറപ്പ് സർക്കാരിൽ നിന്ന് കിട്ടാത്തതാണ് സ്വകാര്യ ബസ് ഉടമകളെ സമരത്തിലേക്ക് എത്തിച്ചത്. ഇനിയും കാത്തിരിക്കാനാകില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ നിലപാട്. ഇന്ധന കമ്പനികൾ വീണ്ടും ഡീസൽ നിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. നഷ്ടം സഹിക്കാനാകാത്തതിനാൽ സമരം തുടങ്ങുന്നുവെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. ബസ് ഉടമകളുടെ നഷ്ടം സർക്കാരിന് അറിയാമെന്നും നിരക്ക് നിശ്ചയിക്കുന്നതിന് സമയം വേണ്ടിവരുമെന്നുമാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. അവർക്ക് സമരം ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവർ സ്വകാര്യ ബസ്സുകളിലെ ഇപ്പോൾ ഓടുന്നത് ഭീമമായ നഷ്ടത്തിലാണ്. സ്വകാര്യ ബസ്സുകൾ നിലച്ചു പോയാൽ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നമുക്ക് ഒരു ഫെയർ റിവിഷൻ പ്രഖ്യാപിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഘട്ടത്തിൽ സമരം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ വിദ്യാർത്ഥികളോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരാണല്ലോ അവർ ബസ് ഉടമകൾ. അതുകൊണ്ട് ഈ പറഞ്ഞ ദിവസങ്ങളെല്ലാത്തിൻ്റെ പ്രാധാന്യം അവർക്കും അറിയാവുന്നതാണല്ലേ. വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തതാണ് നിരക്ക് വർധന പ്രഖ്യാപനം വൈകുന്നത്. കൺസെഷൻ നിരക്ക് 6 രൂപ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ 5 രൂപയായി ഉയർത്തണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. റേഷൻ കാർഡ് അടിസ്ഥാനത്തിലാക്കാമെന്ന സർക്കാരും നിർദ്ദേശം വെച്ചു. എന്നാൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. ഈ മാസം 30-ന് ചേരുന്ന LDF യോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് ഗതാഗത മന്ത്രിയുടെ തീരുമാനം. 24 തിരുവനന്തപുരം. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വാർഷിക പരീക്ഷ ഇന്ന് തുടങ്ങും. എന്നാൽ ഇന്ന് നടക്കാനിരുന്ന 9ാം ക്ലാസ്സിലെ അറബിക് പേപ്പർ 1 വാർഷിക പരീക്ഷ ഏപ്രിൽ 2 മാറ്റി. 1 മുതൽ 4 വരെ ക്ലാസുകളിൽ വർക്ക്ഷീറ്റ് മാതൃകയിലാണ് വാർഷിക പരീക്ഷ. 5 മുതൽ 9 വരെയുള്ള ക്ലാസുകൾക്ക് ചോദ്യപേപ്പർ നൽകി വാർഷിക മൂല്യനിർണ്ണയം നടത്തും. 5 മുതൽ 7 വരെ ക്ലാസുകളിൽ എല്ലാ ചോദ്യപേപ്പറുകളിലും ചോയ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി. 8, 9 ക്ലാസുകളിലെ വാർഷിക പരീക്ഷാ ചോദ്യപേപ്പറുകളിൽ അധിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ആദ്യ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 34,37,570 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്.
മുല്ലപ്പെരിയാർ ഹർജികളിൽ സുപ്രീം കോടതി ഇന്നു മുതൽ അന്തിമവാദം കേൾക്കൽ ആരംഭിക്കും. അന്തിമവാദത്തിനായി ഇന്നലെ ഹർജികൾ പരിഗണിച്ചെങ്കിലും തമിഴ്നാടിന്റെ ആവശ്യത്തെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കേരളം സമർപ്പിച്ച പുതിയ സത്യവാങ്മൂലവും രേഖകളും പരിശോധിക്കാൻ തമിഴ്നാട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് എൻ ഖാൽവിക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജികളിൽ വാദം കേൾക്കുന്നത്. ജലനിരപ്പ് 142 അടിയാക്കാൻ അനുമതി നൽകിയ 2014 വിധി പുനഃപരിശോധിക്കണമെന്നാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം. അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന രാജ്യാന്തര വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തണം. പുതിയ ഡാം അനിവാര്യമെന്നും കേരളം വ്യക്തമാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ബേബി ഡാം അണക്കെട്ടുകൾ ബലപ്പെടുത്താനുള്ള നടപടികൾ അനുവദിക്കണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. റൂൾ കർവ്, ഇൻസ്ട്രുമെന്റേഷൻ, ഗേറ്റ് ഓപ്പറേഷൻ ഷെഡ്യൂൾ, മേൽനോട്ട സമിതിയുടെ പ്രവർത്തനം, പരാതികൾ എന്നിവ അന്തിമവാദത്തിൽ പരിഗണനാ വിഷയങ്ങളാകും. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഇന്നു ചേരുന്ന മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും. പ്രതിഷേധം ശക്തമാകുന്നതും പ്രതിപക്ഷം സിൽവർ ലൈൻ വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നതും സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ വ്യാപക പ്രചാരണം നടത്താൻ നേരത്തെ CPIM തീരുമാനിച്ചിരുന്നു. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സർക്കാർ ഇതിനോടകം നിലപാടെടുത്തിട്ടുണ്ട്. കല്ലിടുന്ന മുറയ്ക്ക് അത് പിഴുതെറിഞ്ഞുകൊണ്ട് സമരം ശക്തമാക്കാനാണ് മറുവശത്ത് UDFന്റെ തീരുമാനം. ബംഗാൾ ബിർഭൂവിലെ ആക്രമണത്തിൽ ഗവർണർ ജഗദീപ് ധൻഖർ നടത്തിയ പ്രതികരണത്തിനെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി കത്തയച്ചു. ഭയാനകമായ അക്രമവും തീവെട്ടിക്കൊള്ളയുമാണ് രാംപൂർ ഘട്ടിൽ ഉണ്ടായതെന്ന പ്രസ്താവന ഗവർണർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. ട്വിറ്ററിലൂടെ ഗവർണർ പങ്കുവച്ച വീഡിയോയ്ക്കെതിരെയാണ് കത്ത്. അതേസമയം BJPയുടെ കേന്ദ്ര സംഘം ഇന്ന് ബിർഭൂവിൽ സന്ദർശനം നടത്തും. മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്നും ബംഗാളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കണം എന്നുമാണ് BJPയുടെ ആവശ്യം. സംഭവത്തെ 72 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 10 പേരെ തീവെച്ച് കൊലപ്പെടുത്തിയ രാംപൂർ ഘാട്ടിൽ ഇപ്പോഴും സംഘർഷ സാഹചര്യം തുടരുകയാണ്. പ്രദേശത്ത് നിന്ന് നിരവധി പേർ ഒഴിഞ്ഞുപോയതായി റിപ്പോർട്ടുകളുണ്ട്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായി പുഷ്കർ സിംഗ് ധാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഡെറാഡൂണിലെ പരേഡ് ഗ്രൗണ്ടിൽ 3:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 2ാം തവണയാണ് പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാകുന്നത്. എന്നാൽ ഇത്തവണ ഘട്ടിമേൽ പരാജയപ്പെട്ട ധാമി മുഖ്യമന്ത്രിയാകുന്നതോടെ 6 മാസത്തിനകം വീണ്ടും ജനവിധി തേടണം. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും നടക്കും. ഇടുക്കി തൊടുപുഴ ചീനിക്കുഴിയിൽ മകനെയും കുടുംബത്തെയും തീവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഹമീദിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് പോലീസ് ഇന്ന് അപേക്ഷ നൽകും. പ്രതിക്കെതിരെ ശക്തമായ തെളിവുകൾ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. തീവെക്കാൻ ഉപയോഗിച്ച പെട്രോൾ ചീനിക്കുഴിയിലെ മുഹമ്മദ് ഫൈസലിന്റെ കടയിൽ നിന്നാണ് മോഷ്ടിച്ചതെന്ന് ഹമീദ് മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം ഉറപ്പുവരുത്താൻ വീണ്ടും ചോദ്യം ചെയ്യുകയും കടയിലെത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. ഇതിനാണ് പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുക. ശനിയാഴ്ച പുലർച്ചെയാണ് മകൻ മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, പേരക്കുട്ടികളായ മെഹ്റ, അസ്ന എന്നിവരെ വീടിന് തീവെച്ച് പ്രതി കൊന്നത്. സ്വത്ത് സംബന്ധിച്ച് തർക്കത്തെ തുടർന്നായിരുന്നു കൂട്ടക്കൊല. യുക്രൈനിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കി റഷ്യ. മരിയുപോളിലും കീവിലും കനത്ത മിസൈൽ ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളവും ഭക്ഷണവും മരുന്ന് ലഭിക്കാതെ മരിയുപോൾ നഗരത്തിൽ 1 ലക്ഷം ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് യുക്രൈൻ വ്യക്തമാക്കി. ഇവരെ രക്ഷപ്പെടുത്താൻ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും യുക്രൈൻ. തുറമുഖ നഗരമായ മരിയുപോളിൽ ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. അതേസമയം കീവിലെ മക്രീവ് പട്ടണം തിരിച്ചുപിടിച്ചതായി യുക്രൈൻ അവകാശപ്പെട്ടു. പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ ഉറച്ച ശബ്ദമാകുമെന്ന് കേരളത്തിൽ നിന്നുള്ള നിയുക്ത രാജ്യസഭാംഗങ്ങൾ 24നോട്. വിമർശനങ്ങളെ അവഗണിക്കുന്നുവെന്ന് കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ജെബി മേത്തർ പറഞ്ഞു. ട്രോളുകൾ ആസ്വദിക്കുന്നുവെന്നായിരുന്നു A. റഹീമിന്റെ പ്രതികരണം. ആദ്യ പാർലമെന്ററി പ്രവേശം അപ്രതീക്ഷിതവും ആഹ്ലാദകരവുമാണെന്ന് CPI സ്ഥാനാർത്ഥി P. സന്തോഷ് കുമാറും പ്രതികരിച്ചു. 24ന്റെ പ്രത്യേക അഭിമുഖ പരിപാടിയിലായിരുന്നു 3 പേരുടെയും പ്രതികരണങ്ങൾ. കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് പോകുന്ന 3 പേരും യുവാക്കൾ. 3 പേർക്കും 50-ൽ താഴെയാണ് പ്രായം. രാജ്യസഭയിലേക്കുള്ള യാത്ര മൂവർക്കും അപ്രതീക്ഷിതമാണ്. നമ്മൾ ഈ ചില കാര്യങ്ങളിലൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ നടക്കും എന്ന് സാധാരണ പറയാറുണ്ട്. സ്വപ്നങ്ങളിൽ പോലും നമ്മൾ ഒരിക്കലും ഒരു രാജ്യസഭാ ലെവലിലേക്ക് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമ്മളൊരു കുറച്ചും കൂടി സീനിയർ എന്നുള്ളവർക്കാണ് അതിനുള്ള സാധ്യത. ഇത് വലിയൊരു അംഗീകാരമാണ്. എന്നെ സംബന്ധിച്ച് അന്ന് രാവിലെ നിങ്ങളുടെയൊക്കെ വാർത്ത ബ്രേക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് എന്നോട് പാർട്ടി സെക്രട്ടറി എന്നോട് പറയുന്നത്, നിങ്ങളെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതിൻ്റെ അറിയിപ്പ് ഇവിടെ നിന്ന് കൊടുക്കും, പക്ഷേ നിങ്ങൾ നോമിനേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. ഞാൻ പറഞ്ഞ നേരെ അകത്ത് വൈഫിനോട് പറഞ്ഞു,
അങ്ങനെ വിവരമുണ്ട്. സ്ഥാനാർത്ഥിയാവുകയാണ്. വരണ സന്തോഷകരം, അപ്രതീക്ഷിതവും വളരെ ആഹ്ലാദകരവുമാണ് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ജബി മേത്തർ 12 വർഷം ആലുവ നഗരസഭാംഗമായിരുന്നുവെങ്കിൽ റഹീമിനും സന്തോഷിനും ഇത് ആദ്യ പാർലമെന്ററി പദവിയാണ്. പാർലമെന്ററി സ്ഥാനം കിട്ടുകയല്ല പൊതുപ്രവർത്തനമെന്ന് പറയുന്നു ഇരുവരും. പാർട്ടി ഓരോ ഘട്ടത്തിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. ഇതുവരെ സംഘടനാ രംഗത്ത് ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അതൊക്കെ വളരെ കഴിയാവുന്ന പോലെ ഭംഗിയായും ഒക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒരു പുതിയ കാര്യമാണ്, അതും പരമാവധി ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി എന്തോ ആ ജോലി ചെയ്യുക എന്നുള്ളതാണ് അതിൽ കാര്യം. പാർലമെൻ്ററി പ്രവർത്തനം അതിലൊന്നും യാതൊരു കാര്യമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉടലെടുത്ത അസ്വാരസ്യങ്ങൾ കുടുംബ വഴക്ക് പോലെയെന്നാണ് ജബി മേത്തറുടെ പക്ഷം. പബ്ലിക് ലൈഫിൽ നിൽക്കുമ്പോൾ എല്ലാവരും നമ്മളെ പറ്റി നല്ലത് പറയണം. ഒരു അവസരം കിട്ടിയപ്പോൾ അവസരം കിട്ടിയപ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയാലോ. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ. കളിയാക്കലുകളെ അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിക്കുന്നുവെന്ന് എ റഹീം. തൊട്ടാപ്പിയുടെ നിറം മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്താണ് പൊള്ളിയില്ലേ, ഇത്രയും പോപ്പുലറായ ക്യാരക്ടറിന്റെ പേരിലല്ലേ വിളിക്കുന്നത്? കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വം തിരുത്തണമെന്ന LDF സ്ഥാനാർത്ഥികളുടെ പ്രതികരണം തർക്കത്തിലാണ് കലാശിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗമൊക്കെ ഒരുപാട് വളച്ചൊടിച്ച കാര്യമാണ്. ഇതിപ്പോ ഒരു ലൈറ്റ് ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകണമെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഫ്ലാഗ് ഇസ് മൈ റിലീജിയൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ഒരു മതേതരവാദിയാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇത്തരത്തിലുള്ള ഒരു ചിത്രീകരണത്തിന് കോൺഗ്രസിനെ നമ്മള് മൂന്നുപേർ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം കടന്നു വരും. എത്ര ലൈറ്റ് ആയാലും രാഷ്ട്രീയം വരും. ഞാൻ പറയുന്നൊരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഒരു മതനിരപേക്ഷ പാർട്ടി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. രാജ്യസഭയിലേക്ക് വണ്ടി കയറുമ്പോൾ ഹിന്ദി ഭാഷ വശമുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് സന്തോഷ് കുമാർ. റഹീമും ജബി മേത്തറും ഭാഷാ പഠനം തുടങ്ങിക്കഴിഞ്ഞു. രണ്ട് സിനിമ വേണമെങ്കിൽ മാതൃകയാക്കാം. ഒന്ന് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മേ ഗൂർക്കാവ്, അതേപോലെ തന്നെ വേറൊരു സിനിമയുണ്ട് നമ്മുടെ ഒരു ആനന ഗജകേസരി യോഗം, മേ കർത്താവ് ആവുമ്പോൾ ഹൂ. അതൊക്കെ നമുക്ക് പഠിക്കാൻ അല്ല, അങ്ങനെ ഒരു ഭയങ്കര ഹിന്ദി സംസാരിക്കില്ല, എന്നാലും മുജെ ഹിന്ദി മാലും എന്നുള്ള സ്ഥിതിയൊന്നുമില്ല. ആ കിലുക്കത്തിലെ സിനിമയില്ല, കുറച്ചുകൂടി ശ്രദ്ധിക്കാറുണ്ട്. ഹിന്ദി ടീച്ചർ രാജീവ് മാഡത്തിന് ഈ ഇടയായിട്ട് ഒരുപാട് ആലോചിക്കാറുണ്ട്, കുറച്ചുകൂടി ഒന്ന് പഠിക്കായിരുന്നു. 24 തിരുവനന്തപുരം. മോർണിംഗ് ന്യൂസ് തുടരുകയാണ്. പ്രദേശവാസികളുടെ പ്രതിഷേധം തുടരുന്നതിനിടെ മലിനജല സംസ്കരണ പ്ലാന്റുകളുടെ നിർമ്മാണവുമായി മുന്നോട്ടെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ. ആശങ്കകൾ പരിഹരിക്കാൻ മേയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്ലാന്റ് സന്ദർശിച്ചു. എന്നാൽ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നാണ് സമരസമിതിയുടെ നിലപാട്. കോഴിക്കോട് കോർപ്പറേഷനിലെ വെള്ളയിൽ ആവിക്കൽ തോടിന് സമീപവും കോതിയിലും മലിനജല സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. സമരസമിതിയുമായി കോർപ്പറേഷൻ പലതവണ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. ഇതിന് പിന്നാലെയാണ് മേയർ ബീന ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ 40 അംഗ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മലിനജല സംസ്കരണ പ്ലാന്റ് സന്ദർശിച്ചത്. ബസ്സിൽ അന്ന് പോകുന്ന സമയത്ത് ഈ 2 വാർഡുകളിൽ നിന്ന് വന്ന ഭൂരിപക്ഷം ആൾക്കാരും ഒരു ദേഷ്യത്തോടു കൂടിയാണ് എൻ്റെ മുഖത്തേക്ക് രാത്രിയിൽ നോക്കിയത്. എന്നാൽ അവിടെ ചെന്ന് ഇതെല്ലാം കണ്ട് അവരടുത്തുള്ള വീടുകളിൽ കൂടിയൊക്കെ സന്ദർശിച്ച് അവർ വിവരം ശേഖരിച്ചു. ആദ്യം കുറച്ച് മുഖം കറുപ്പിച്ചു നിന്ന വ്യക്തി അവിടെ പോയിട്ട് വളരെ ധൈര്യപൂർവ്വം ആ വെള്ളം കോരിയെടുത്ത് അദ്ദേഹത്തിന്റെ മുഖം കഴുകുകയും ഒക്കെ ചെയ്തു. അതേസമയം പദ്ധതി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. ഈ മാസം 28, 29 ദിവസങ്ങളിൽ വെള്ളയിൽ രാപ്പകൽ സമരം നടത്തും. 24 കോഴിക്കോട്. നിയമവിരുദ്ധമായി അധികാരത്തിൽ തുടരുന്ന ഭാരവാഹികളെ നീക്കി പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി വിധി നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് SNDP സംയുക്ത സമിതി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന്. SNDP യോഗത്തിൽ പ്രാതിനിധ്യ വോട്ടവകാശം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. എല്ലാ യോഗാംഗങ്ങൾക്കും വോട്ട് ചെയ്യാനും ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് സംയുക്ത സമരസമിതിയുടെ ആവശ്യം. നിലവിലുള്ള ഭരണസമിതി ഹൈക്കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സംയുക്ത സമരസമിതിയുടെ ആരോപണം. സമിതി ചെയർമാൻ ഗോകുലം ഗോപാലൻ, രക്ഷാധികാരി പ്രൊഫസർ MK സാനു, കൺവീനർ PP രാജൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ഇനി IFFK വിശേഷങ്ങൾ.
26ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലെ പ്രേക്ഷകരുടെ ഇഷ്ടചിത്രം തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നാളെ ആരംഭിക്കും. മത്സരവിഭാഗത്തിലെ 14 ചിത്രങ്ങളാണ് വോട്ടിംഗിനായി പരിഗണിച്ചിരിക്കുന്നത്. അക്കാദമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും SMS വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ഡെലിഗേറ്റുകൾക്ക് ഇഷ്ടചിത്രങ്ങൾക്ക് വോട്ട് ചെയ്യാം. പങ്കാളിത്തം കൊണ്ടും ഇടപെടൽ കൊണ്ടും പ്രേക്ഷകർ നെടുനായകത്വം വഹിക്കുന്ന ചലച്ചിത്രമേളയാണ് IFFK. മേളയിൽ വോട്ടെടുപ്പിലൂടെയുള്ള പ്രേക്ഷക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ട് ഇത് 19ാം വർഷം. അടൂർ സാർ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 7ാമത്തെ ഫെസ്റ്റിവലായിരിക്കും. അടൂർ സാറിൻ്റെ ഒരു ഐഡിയ ഇതായിരുന്നു. കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു വോയിസ് കൊടുക്കണം. അതാണ് ഡെമോക്രസിയുടെ. അന്നേരമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു ബെസ്റ്റ് ഓഡിയൻസ് അവാർഡ് പോൾ. അന്ന് സാങ്കേതിക കാരണം കൊണ്ട് ഞങ്ങൾ വോട്ടിംഗ് പെട്ടി വയ്ക്കുക അല്ലെങ്കിൽ ബൂത്തുകൾ കെട്ടുക ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത് പതുക്കെ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്പിൽ തന്നെ കറക്റ്റായിട്ട് കുത്തിയാൽ അതിനെ സോ ഒരു നല്ല രസമുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാം ഈ ഒരു അവാർഡിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ. 26ാമത് മേളയിലെ പ്രേക്ഷകരുടെ ഇഷ്ടചിത്രം തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നാളെ ആരംഭിക്കും. അക്കാദമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ SMS വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഡെലിഗേറ്റുകൾക്ക് വോട്ട് ചെയ്യാം. SMS-ലൂടെ വോട്ട് ചെയ്യുന്നതിന് IFFK സ്പേസ് മൂവി കോഡ് എന്ന ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്ത് 56070 എന്ന നമ്പറിലേക്ക് അയക്കണം. അനറ്റോളിയൻ ലെപ്പേർഡ്, കമീലിയ കംസ് ഔട്ട് ടു നൈറ്റ്, ക്യാപ്റ്റൻ വോൾക്കോനോ ഗോ എസ്കേപ്പ്, ക്ലാര സോള, കോസ്റ്റ ബ്രാവ, ലെബനൻ, ഐ ആം നോട്ട് ദി റിവർ ഛലം, ലെറ്റ് ഇറ്റ് ബി മോർണിംഗ്, മുറിന, കൂഴങ്കൽ, സുഖ്ര ആൻഡ് ഹെർ സൺസ്, യു റെസംബിൾ മീ, യുനി, ഒപ്പം മലയാള ചിത്രങ്ങളായ നിഷിഥോ, ആവാസവ്യൂഹം എന്നിവയും മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. വീണ്ടും മോർണിംഗ് ന്യൂസിലേക്ക്. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തിരിതെളിയുന്നത് കോവിഡ് വ്യാപനത്തിന് ശേഷമുള്ള ആദ്യ സർവകലാശാല കലോത്സവത്തിനാണ്. 5 ദിവസങ്ങളായി നടക്കുന്ന കലാമാമാങ്കത്തിൽ 102 കലാലയങ്ങളിൽ നിന്നായി 4000-ലധികം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും. അഞ്ച് ദിനങ്ങൾ, 102 കലാലയങ്ങൾ, 4000-ലധികം മത്സരാർത്ഥികൾ. ആദ്യമായി സർവകലാശാല കലോത്സവത്തിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് വേദിയാവുകയാണ്. സപ്തഭാഷാ സംഗമഭൂമിയിൽ നടക്കുന്ന കലാമാമാങ്കത്തിന് മലയാളം മുതൽ മറാഠി വരെയുള്ള ഭാഷാ പേരുകളിലുള്ള വേദികളും സജ്ജം. ഈ നാട് അറിയപ്പെടുന്നത് ഭാഷകളുടെ നാട് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും അനുയോജ്യമായ സ്റ്റേജുകൾക്ക് ഏറ്റവും അനുയോജ്യമായ പേരുകൾ ഇതെന്ന രീതിയിൽ നമ്മൾ സർവകലാശാല യൂണിയൻ സംഘാടക സമിതി ആലോചിച്ചുകൊണ്ട് അത്തരത്തിൽ ഭാഷകളുടെ പേര് സ്റ്റേജുകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. സർഗാത്മകമായ വരയുടെയും എഴുത്തിൻ്റെയും ശില്പങ്ങളുടെയും സ്റ്റേജിതര മത്സരങ്ങളുടെ ആദ്യ 2 ദിനങ്ങൾ, പിന്നീടുള്ള 3 ദിവസങ്ങളിൽ ആവേശത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾ. സ്റ്റേജിതര മത്സരങ്ങൾ ഇന്ന് മാധ്യമപ്രവർത്തകൻ പ്രമോദ് രാമനും സ്റ്റേജ് മത്സരങ്ങൾ 25-ന് മന്ത്രി ആർ ബിന്ദുവും ഉദ്ഘാടനം ചെയ്യും. ആദ്യമായി കലാലയ കലാമാമാങ്കത്തിന് വേദിയാകുവാൻ ക്യാമ്പസ് ഉണർന്നു കഴിഞ്ഞു. നമ്മുടെ കോളേജിൻ്റെ ചരിത്രത്തിൽ 22 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മളെ കോളേജിൽ സർവകലാശാല കലോത്സവം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥികളും ഒത്തൊരുമയോടെ വളരെ ആവേശത്തോടെ ഈ കലോത്സവത്തിനെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത്. പ്രതിഭകളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കോളേജിൽ പൂർത്തിയായി. ഇനി 5 നാൾ കാസർഗോഡിന്റെ മണ്ണ് കൗമാര കലയുടെ താളമേളങ്ങളാൽ മുഖരിതമാകും. രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24, കാസർഗോഡ്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തി.